ഓക്കെ. ഇത് ഏതെങ്കിലും രീതിയിൽ പ്രഗ്നൻസിനെ എഫക്റ്റ് ചെയ്യോ? അങ്ങനെയാകുമ്പം വെജൈനയുടെ സൈസ് കുറച്ച് കുറവായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് സ്മോൾ സൈസ് മതി. ഈ യൂട്രസ് എന്ന് പറയുന്നത് നമ്മളങ്ങനെ വലിച്ചാൽ പുറത്തേക്ക് വരുന്ന ഒരു സാധനമല്ല. അതിന് നല്ല സപ്പോർട്ടുള്ള ഒരു ഓർഗനാണ്. ഈ കപ്പിന്റെ താഴെ ഒരു ചെറിയൊരു പോയിന്റ് ഉണ്ട്, അതാണ് നമ്മൾ ഈ പുള്ളി ചെയ്യുന്നത്. അപ്പം പലർക്കും അത് കുടുങ്ങിയിട്ട് കിട്ടാത്ത കേസസ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ലൈവ് എക്സാമ്പിൾസ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട്? ഹായ് ഓൾ, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് മൈ ഗൈനക് ഫ്രണ്ട്. സോ ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെൻസ്ട്രൽ ഹൈജീനെ പറ്റിയാണ്, അഥവാ ആർത്തവ സമയത്ത് സ്ത്രീകൾ പാലിക്കേണ്ട ബേസിക് ഹൈജീൻ. ഈ പീരിയഡ്സിന്റെ സമയത്ത് ലേഡീസ് കീപ്പ് ചെയ്യേണ്ട ബേസിക് ഹൈജീൻ എന്തൊക്കെയാണ്? അപ്പം നമ്മൾ പീരീഡ്സിന്റെ സമയത്ത് കണ്ടിന്യൂസ് ബ്ലഡ് ഫ്ലോ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഉണ്ടാകുമ്പോൾ കുറെ നേരം ആ ഫ്ലോ വന്നുകൊണ്ടിരുന്നാൽ അവിടെ ഈർപ്പം നിൽക്കാനും ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ സ്മെല്ലൊക്കെ ഉണ്ടാവാം. സോ ഇതുകൊണ്ടാണ് മെൻസ്ട്രൽ ഹൈജീൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നത്. സോ നമ്മളിപ്പോൾ പാഡൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 4 to 6 hours അത് ചേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ അധികം ഈർപ്പം നിൽക്കാണ്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം നമ്മൾ പാഡ് ചേഞ്ച് ചെയ്യുമ്പോഴൊക്കെ എപ്പോഴും ഹാൻഡ് വാഷിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ഹാൻഡ് വാഷ് ചെയ്യണം. അതേപോലെ ചേഞ്ച് ചെയ്തതിന് ശേഷവും ഹാൻഡ് വാഷ് ചെയ്യണം. അതുപോലെ ഇന്റിമേറ്റ് ഏരിയാസ് വാഷ് ചെയ്യുമ്പോൾ ഫ്രണ്ട് ടു ബാക്ക് ആണ് വാഷ് ചെയ്യേണ്ടത്. ഇതൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിപ്പോ പാഡിന്റെ കേസിൽ നമ്മളിപ്പോ 4 to 6 hours പറഞ്ഞു. പക്ഷെ ഇപ്പൊ മാർക്കറ്റിൽ ഒരുപാട് പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. ലൈക്ക് ടാംപോൺസ്, കപ്പ് ഉണ്ട്, പിന്നെ പീരിയഡ് പാൻറ്റീസ് ഉണ്ട്. അപ്പം ഈ എല്ലാ പ്രോഡക്ട്സ് ആണെങ്കിലും ഈ ഒരു ടൈം ഡ്യൂറേഷൻ ആണോ പറയുന്നത്, അതോ ഓരോ പ്രോഡക്റ്റിനും ഓരോ പോലെ? അല്ല, നമ്മളിപ്പം ഇതൊരു ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇതിൽ ചെയ്യേണ്ടത്. കാരണം ചിലർക്ക് ഫ്ലോ കൂടുതലായിരിക്കും, ചിലർക്ക് കുറവായിരിക്കും. സോ പാഡ് ആണെങ്കിലും ഇപ്പം 4 to 6 hours എന്തായാലും ചേഞ്ച് ചെയ്യണം. പക്ഷെ അതിന് മുന്നേ തന്നെ അത് നിറയുവാണെങ്കിലോ ലീക്കേജ് ഉണ്ടാവുകയാണെങ്കിലോ ഒക്കെ ഉടനെ മാറ്റാവുന്നതാണ്. അപ്പൊ പാഡ് അങ്ങനെ. അതേപോലെ മെൻസ്ട്രൽ കപ്പ് ആണെങ്കിൽ നമ്മൾ ഹെവി ഫ്ലോ ഉള്ളവർ ഒരു 4 to 6 hours തന്നെ ചേഞ്ച് ചെയ്യണം. മോഡറേറ്റ് ഫ്ലോ ആണെങ്കിൽ ഒരു 6 to 8 hours. പിന്നെ ഭയങ്കര മിനിമൽ ആയിട്ടുള്ള ഫ്ലോ ആണെങ്കിൽ 12 hours വരെയൊക്കെ വെക്കാം. പക്ഷെ അത് തന്നെ നമുക്ക് തോന്നുന്നുണ്ട് ഓക്കെ ഇത് ലീക്ക് ആവുന്നുണ്ട് അല്ലെ ഫുള്ളായി എന്ന് തോന്നുവാണെങ്കിൽ മാറ്റേണ്ടതാണ്. അതുപോലെ മെൻസ്ട്രൽ കപ്പ് ആണെങ്കിലും നമ്മൾ ഭയങ്കര ഹൈജീനിക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അതിനിപ്പോൾ സ്റ്റെറിലൈസ് ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ അവൈലബിൾ ആണല്ലോ. അപ്പൊ അതൊക്കെ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ വെക്കേണ്ടത്. അപ്പം ഈ കപ്പ് സൈസ് നമ്മൾ ഓരോ ഇൻഡിവിജ്വലിനും ഓരോ പോലെ ആയിരിക്കില്ല. അപ്പൊ കപ്പ് സൈസ് നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുക നമ്മളുടെ പെർഫെക്റ്റ് സൈസ് ഏതാണ്? ഇപ്പം ഇതൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ ചെയ്യാം. അപ്പം ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ, മീഡിയം, പിന്നെ ലാർജ് എന്നുള്ളത്. അപ്പം ഇതുവരെ പ്രസവിക്കുകയൊന്നും ചെയ്തിട്ടില്ല, യങ് അഡൽട്ട് ആണെങ്കിൽ, അതായത് ഇനീഷ്യൽ സ്റ്റേജസ് ഒരു 20s ആളാണ്, അങ്ങനെ ആകുമ്പം വെജൈനയുടെ സൈസ് കുറച്ച് കുറവായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് സ്മോൾ സൈസ് മതി. ഇപ്പൊ 1-2 പ്രസവിച്ച ആൾക്കാർ, അതായത് വെജൈനൽ ഡെലിവറി ആയിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് മീഡിയം അല്ലെങ്കിൽ ലാർജ് സൈസ്. കുറച്ചും കൂടെ ഓൾഡ് ഏജ് ആകുമ്പോൾ വെജൈന കുറച്ചുകൂടെ ലാക്സ് ഒക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ലാർജ് സൈസ് യൂസ് ചെയ്യാം. അത് നമ്മൾ മിക്കവാറും ചിലര് ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ ഏതാണ് പെർഫെക്റ്റ് നോക്കിയിട്ട്. അതേപോലെ ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പം പൊതുവേ മെൻസ്ട്രൽ കപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കുറച്ച് പേടിയാണ്. കാരണം നമ്മൾ പണ്ട് തൊട്ടേ യൂസ് ചെയ്തത് പാഡുകളാണ്. ഇപ്പോഴാണ് കപ്പ് കുറച്ചും കൂടെ എല്ലാവരും ഫ്രീക്വന്റ് ആയിട്ട് പറഞ്ഞു കേൾക്കുന്നത്. അപ്പം അതിൽ ഞാൻ ആക്ച്വലി പാഡായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ കപ്പിലേക്ക് മാറിയത്. അപ്പോൾ കപ്പ് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് പാഡ് വെക്കുമ്പോൾ ഉള്ള ഒരു ലീക്ക് അത് ഫീൽ ചെയ്യില്ല, നമുക്ക് ആ ഒരു വെറ്റ്നെസ് ഫീൽ ചെയ്യില്ല. പക്ഷേ പാഡെന്ന് ഞാൻ ഒരാളടുത്ത്, പാഡല്ല കപ്പെന്ന് ഞാൻ ഒരാളടുത്ത് സജസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ കൺസേൺസ് പറയും. ഒന്ന്, ഇത് കുടുങ്ങിപ്പോയാൽ എന്ത് ചെയ്യും? പിന്നെ ഒരു മേജർ പ്രശ്നം ഞാൻ പറഞ്ഞു കേട്ടത്, കപ്പ് നമ്മൾ റിമൂവ് ചെയ്യുമ്പം നമ്മുടെ ലൈക്ക് എന്താ പറയാ, ഗർഭപാത്രം അത് താഴ്ന്നു വരില്ലേ, ആ പ്രഷർ കാരണം അത് താഴ്ന്നു വരാം. അതിലൊക്കെ ശരിക്കും എന്തെങ്കിലും റിയൽ സംഭവം ഉണ്ടോ? മെൻസ്ട്രൽ കപ്പിനെ പറ്റി കുറെ മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഒന്നെന്ന് വെച്ചാൽ ഞാൻ സജസ്റ്റ് ചെയ്യുക, ചെറിയ കുട്ടികൾ, അതായത് പീരീഡ്സ് ആയ ഉടനെ ടീനേജേഴ്സ്, അവർക്ക് ആക്ച്വലി നമ്മളെ ബോഡീനെ പറ്റി അത്ര അവെയർ ആയിരിക്കില്ല അവർ. അപ്പൊ അവിടെ പാഡ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓവർ ദ ടൈം അവർ കുറച്ചും കൂടെ നമ്മളെ ബോഡീനെ പറ്റി അവെയർ ആകുമ്പോൾ ഇത് എങ്ങനെയാണ് ഉള്ളിൽ വെക്കേണ്ടതെന്നൊക്കെ അവർക്ക് മനസ്സിലാവുന്ന ഒരു പ്രായം എത്തുമ്പോഴാണ് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നത് ബെസ്റ്റ്. മെൻസ്ട്രൽ കപ്പ് കമ്പാരിറ്റീവ്ലി ഭയങ്കര എൻവയൺമെന്റ് ഫ്രണ്ട്ലി ആണ്. അതായത് അത് റീയൂസബിൾ ആണ്, പ്ലാസ്റ്റിക് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യമാണ്. അപ്പം എന്താന്ന് വെച്ചാൽ ഇതിനെ പറ്റിയുള്ള വേറൊരു മിസ്കൺസെപ്ഷൻ ഇപ്പൊ രവീണ പറഞ്ഞതുപോലെ നമ്മളത് പുറത്തേക്ക് എടുക്കുമ്പം സ്റ്റക്ക് ആവുമോ എന്നുള്ളത്.
അത് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മനസ്സിലാവുമായിരിക്കും. നമുക്ക് കൈ ഇട്ടിട്ട് ഒരു നാക്കുണ്ട്. അതെടുത്ത് അതിങ്ങനെ വലിക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ ഈ യൂട്രസ് എന്ന് പറയുന്നത് നമ്മളങ്ങനെ വലിച്ചാൽ പുറത്തേക്ക് വരുന്ന ഒരു സാധനമല്ല. അതിന് നല്ല സപ്പോർട്ടുള്ള ഒരു ഓർഗനാണ്. അപ്പോൾ ഓവർ ദ ടൈം ഈ മെനോപോസിലൊക്കെ ആകുമ്പോഴോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചൈൽഡ് ബർത്ത് ഒക്കെ ആകുമ്പോഴോ അവിടെയുള്ള മസിൽസും ലിഗമെന്റ്സും ഒക്കെ വീക്ക് ആകുമ്പോഴാണ് യൂട്രസ് താഴേക്ക് ഇറങ്ങുക. അല്ലാണ്ട് നമ്മൾ പിടിച്ച് വലിക്കുമ്പോൾ താഴേക്ക് വരുന്ന താഴെ വരുന്ന ഒരു പ്രശ്നമല്ല. അതേപോലെ മെൻസ്ട്രൽ കപ്പിന്റെ പ്രഷർ വളരെ മിനിമൽ ആണ്, അതുകൊണ്ടൊന്നും ഒരിക്കലും പുറത്തേക്ക് വരില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ലൈക്ക് ക്ലിനിക്കിലോ ഹോസ്പിറ്റൽസിലോ എന്തെങ്കിലും കേസസ് വന്നിട്ടുണ്ടോ? കാരണം എൻ്റെ ഫ്രണ്ട്സ് തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമുക്ക് ആക്ച്വലി കപ്പിൻ്റെ താഴെ ഒരു ചെറിയൊരു പോയിന്റ് ഉണ്ട്, അതാണ് നമ്മൾ ഈ പുള്ള് ചെയ്യുന്നത്. അപ്പം പലർക്കും അത് കുടുങ്ങിയിട്ട് കിട്ടാത്ത കേസസ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ലൈവ് എക്സാമ്പിൾസ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ പേഷ്യൻസ് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്കത് ഹോസ്പിറ്റലിന് ഈസി ആയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ സ്പെക്കുലം എക്സാമിനേഷൻ എന്നൊക്കെ പറയും, അത് വെച്ച് നോക്കിയാൽ നമുക്ക് അതിന്റെ എഡ്ജ് കിട്ടും. ഇപ്പം കോപ്പർട്ടി ഒക്കെ ഇട്ടാൽ കൂടെ അതിന്റെ ത്രെഡ് കാണുന്നില്ലെങ്കിൽ കൂടെ നമുക്കത് എക്സാമിനേഷനിലൂടെ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ മെൻസ്ട്രൽ കപ്പ് വളരെ ഈസി ആയിട്ട് തന്നെ പുറത്തെടുക്കാം. അതങ്ങനെ സ്റ്റക്ക് ആയിട്ടുള്ള കേസസ് ഒക്കെ വളരെ കുറവാണ്. ഇപ്പൊ ടാംപോൺസിനെ പറ്റി പറഞ്ഞല്ലോ, ടാംപോൺസ് ചിലപ്പം ഉള്ളിൽ വെച്ച് മറന്നു പോകുന്ന ഫൊർഗോട്ടൺ ടാംപോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കേസ് റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് കുറേ നേരം നമ്മളെ ഉള്ളിൽ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഷോക്ക് പോലെയുള്ള, അതായത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേജസ് വരെ പോകാൻ പറ്റും. അതുകൊണ്ട് ടാംപോൺസ് എപ്പോഴും ഉപയോഗിക്കുന്നവർ കുറച്ചും കൂടെ കെയർഫുൾ ആയിരിക്കണം. അതായത് അത് കറക്റ്റ് ടൈം ഒരു 8 hours മാറ്റാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ഉള്ളിൽ തന്നെ കിടക്കുമ്പോൾ അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ട് കുറേ ഷോക്ക് പോലെയുള്ള, ഞാൻ പറഞ്ഞല്ലോ ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന് പറയും, അങ്ങനെയുള്ള കണ്ടീഷൻസ് വരാൻ ചാൻസ്. അതേപോലെ പണ്ടുള്ള ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ആർത്തവ സമയത്ത് തല വാഷ് ചെയ്യാൻ പാടില്ല, അത് ശരിയല്ല എന്നൊക്കെ. അതെന്തോ ലൈക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും സയന്റിഫിക് ആയിട്ട്? അങ്ങനെയൊന്നുമില്ല. അതായത് ഓരോ സ്ത്രീയും മാസത്തിൽ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പം അതിനെപ്പറ്റി എക്സസീവ് ആയിട്ട് അതിനൊരു കെയർ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പ്രോപ്പറായിട്ട് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാണ്ട് തല കുളിക്കാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല. അതൊക്കെ പണ്ടുള്ളവർ പറയുന്ന മിസ്കൺസെപ്ഷൻസ് ആണ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പം ഈ ഹൈജീൻ കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തൊക്കെ ഇഷ്യൂസ് ആണ് നമുക്ക് ഹെൽത്ത് വൈസ് ഉണ്ടാവുക? ഇപ്പം പാഡൊക്കെ കുറെ നേരം വെക്കുവാണെങ്കിൽ അവിടെ ഈർപ്പം നിലനിന്നിട്ട് ഫംഗൽ ഇൻഫെക്ഷൻസ് വരാം. അതേപോലെ സൈഡില് ഗ്രോയിൻസിന്റെ സൈഡില് റാഷസ് പോലെ വരാം. അതേപോലെ ചിലർക്ക് അലർജി ഉണ്ടാവാം, പാഡിന്റെ ഉള്ള അലർജി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ടോക്സിക് ഷോക്ക് സിൻഡ്രോം. അപ്പൊ ഇതൊക്കെ നമ്മൾ വരാണ്ടിരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഈ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് മെയിൻലി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ഏതെങ്കിലും രീതിയിൽ പ്രഗ്നൻസിനെ എഫക്ട് ചെയ്യോ? ലൈക്ക് അത് പണ്ടൊക്കെ ഒരു മെസ്സേജ് സ്പ്രെഡ് ആവാറുണ്ടായിരുന്നില്ലേ, പാഡ് കുറെ നേരം വെച്ചു പച്ച കളറായി. അതൊരു ഐഡിയ എന്ന് വെച്ചാൽ പാഡ് കുറെ നേരം വെക്കാൻ പാടില്ല, ഒരു 4 to 6 hours ചേഞ്ച് ആണ്. അല്ലാണ്ട് ഈ ക്യാൻസർ വരിക, പ്രഗ്നൻസിനെ എഫക്ട് ചെയ്യുക അങ്ങനെയുള്ളതൊന്നും ഇല്ല. അതൊക്കെ മിസ്കൺസെപ്ഷൻസ് ആണ്. പക്ഷേ ഞാൻ പറയാന്ന് വെച്ചാൽ ഈ വെജൈനയിൽ അസിഡിക് pH ആണ് നമുക്കുള്ളത്. അപ്പം മെൻസ്ട്രേഷന്റെ സമയത്ത് ആ pHന്റെ കുറച്ച് ഇംബാലൻസ് വരും. അപ്പം മെൻസ്ട്രൽ ടൈം ആണ് ഇൻഫെക്ഷൻ കൂടുതലാവാനുള്ള ചാൻസസ്. സോ നമ്മളൊരു പ്രോപ്പർ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്താൽ ഈ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. ഓക്കെ. അപ്പം ഐ തിങ്ക് ബേസിക് ആയിട്ട് ആൾക്കാർക്ക് ഉണ്ടായിരുന്ന ഒരുവിധം ഡൗട്ട്സ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി നിങ്ങൾക്ക് ഇതല്ല ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ലാസ്റ്റ് ടൈം പറഞ്ഞ പോലെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ എഴുതാം. ഇനി കമന്റ് ബോക്സിൽ പറയാൻ മടിയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം. കാരണം ലാസ്റ്റ് വീഡിയോസ് വന്ന സമയത്ത് ഒരുപാട് പേര് ഡയറക്റ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ലൈക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്നാൽ കമന്റ് ബോക്സിൽ ചോദിച്ചൂടെ, കാരണം നമുക്കതൊരു എക്സ്പോഷർ ആവുമല്ലോ. അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഡൗട്ട്സ് ഉണ്ട് എന്ന് പറയാൻ കുറച്ച് നാണം ഓർ ഇത് നമ്മൾ ഇതെല്ലാം നോർമലൈസ് ചെയ്യലാണ് നമ്മളിപ്പം ഇതിന്റെ ഒരു റൈറ്റ്. അപ്പം അതുകൊണ്ട് നാണൊന്നും വിചാരിക്കണം. ഇനി ഇൻ കേസ് നമ്മളിപ്പം സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം. അപ്പൊ നമ്മളത് എന്തായാലും അടുത്ത വീഡിയോയിൽ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു സെഷൻ നമ്മളിപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ.